അയ്യോ കഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ കുമ്പളിയാണ് പോകുന്നത്. കുമ്പളി ബേസ് ക്യാമ്പിൽ നിന്ന് മേലോട്ട് കയറുകയാണ്. ഒരു വെള്ളിയാഴ്ച ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് 2ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, റിലേറ്റീവിൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അത് കൂടാൻ വേണ്ടി ഞങ്ങൾ നാട്ടിലേക്ക് പോവാം. കാറിലാണ് പോകുന്നത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. 2 മാസമായി എങ്കിലും ഒരു ടെൻഷനുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് ഞങ്ങൾ നിർത്തി പോകാനുള്ള പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്തത് യാത്ര. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഓരോന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി ടൈം പോയി. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. പെട്ടെന്ന് ധൃതിയിൽ ഇറങ്ങുമായിരുന്നു. കാരണം ഇവിടുന്ന് തന്നെ ഒരു 12 മണിക്കൂർ നമ്മൾ നിർത്താതെ യാത്ര ചെയ്താൽ ഒരു 12 മണിക്കൂർ കൊണ്ട് നമ്മൾ നാട്ടിലെത്തും. മാക്സിമം പോയാൽ ഒരു 13-14 മണിക്കൂർ എടുക്കും. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ യാത്ര ഒരു 4:30 ആയപ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ അകത്തിരുന്നു വെളിയിറങ്ങണം കേട്ടോ. കുഞ്ഞെപ്പോഴും കാറിൽ കയറുമ്പോൾ പെട്ടെന്ന് അവൾ ഉറങ്ങും. അവൾ യാത്ര ചെയ്യുമ്പോഴത്തേന് ഉറക്കമാണ് അവൾ മെയിൻ. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനായിട്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരാഴ്ചത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന യാത്ര. അപ്പോൾ നൈറ്റിനെ മൂണിനെ നിർത്താൻ പറ്റത്തില്ലല്ലോ. ഫുഡും പിന്നെ ബാത്റൂമിൽ വിടുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ ഞങ്ങൾ അവളുമാരെയും കൂടെ കൊണ്ടുപോകാമെന്നുള്ളൊരിതിൽ വാക്സിനേഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റും മൂണും ലോങ് ഡ്രൈവ് ഇത്രയും പോകുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റേതായ ടെൻഷനും ഉണ്ട്, അതുപോലെ കരച്ചിലും ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ തലവേദനയാകുമോ എന്ന് ടെൻഷൻ അടിച്ചായിരുന്നു. പക്ഷേ പിന്നെ ഒരു ടൈം എത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ട് ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഒന്ന് റിലാക്സ് ആവും. ആ ടൈമിൽ നൈറ്റിനെ മൂണിനെ ഞങ്ങൾ വെളിയിലിറക്കും. വണ്ടികളൊക്കെ വരുമ്പോഴത്തേന് ടെൻഷനാണ് രണ്ടുപേർക്കും. അത്രയും കണ്ടുപരിചയം ഇല്ലല്ലോ. അടുത്തൂടെ അത്രയും വലിയ ലോറിയും അത്രയും കാറും ഒക്കെ പോകുമ്പോഴത്തേന് ഭയങ്കര വലിഞ്ഞു കയറാനായിട്ട് ഓടി വരും. എങ്ങനെയെങ്കിലും കാറിനകത്ത് കയറിയാൽ മതി എന്നാവും പിന്നെ ചിന്ത. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ആയപ്പോഴത്തേനും മനസ്സിലായി കാറാണ് സേഫ്. പുറം ലോകത്തിറങ്ങിയ ഭയങ്കര റിസ്ക് ആണെന്ന് മനസ്സിലായപ്പോൾ കരച്ചിലൊക്കെ നിർത്തി തന്നെ കയറി കിടന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് ടൈമിന് കൊടുക്കാൻ എല്ലാം ഫുഡിനുള്ള പാത്രവും വെള്ളത്തിനുള്ള പാത്രമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടനും വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് തലേന്ന് തന്നെ അവിടുന്ന് കയറിയായിരുന്നു. ഇന്ന് രാവിലെ വന്നത്. തുടക്കം തൊട്ടേ ആശിന് ടെൻഷനാണ്. കാരണം സമയത്തിന് നമ്മൾ നാട്ടിലെത്തുമോ, എന്തെങ്കിലും ട്രാഫിക് ഉണ്ടാവുമോ. എപ്പോഴും യാത്ര പോകുമ്പോൾ ആശിനൊരു കാൽക്കുലേഷനുണ്ട്. ആ കാൽക്കുലേഷനിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാൽ പിന്നെ ടെൻഷനാണ്. അതൊക്കെ ആ മുഖത്ത് കാണാൻ പറ്റും. പിന്നെ അതുകൊണ്ടാണ് കൂടുതലും കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നൈറ്റിൻ്റെ മൂണിൻ്റെ പേടി. കാരണം നേരത്തെ ആണെങ്കിലും ഞങ്ങൾ ബൈക്കിൽ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. വാക്സിൻ എടുക്കാനും ഒക്കെ വെളിയിൽ ഇറക്കിയിട്ടേ ഉള്ളൂ. അല്ലാതെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പോർച്ചിലൊക്കെ ഓടിക്കളിച്ച് നടക്കും. പിന്നെ കാറോ ബൈക്കോ ഓട്ടോ ഒക്കെ വരുമ്പോഴത്തേന് ഓടി വീടിനകത്ത് കയറും. അങ്ങനെയാണ് വളർന്നത്. വീട് വിട്ട് ഇതുവരെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല ഒരുപാട്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ആശിൻ്റെ തോളത്ത് കയറിയിരിക്കുന്നത്. നേരെ കാറിലോട്ടാണ് നോക്കുന്നത്, എപ്പോൾ കയറ്റുമെന്ന്. ഇത്രയും വണ്ടിയും അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ടാണെങ്കിലും
രണ്ടുപേരും വെള്ളം കുറച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് അത്രയും ഇഷ്ടപ്പെട്ട ഫുഡാണ്. ക്യാറ്റ് ഫുഡേ കഴിക്കത്തുള്ളൂ, വേറൊന്നും കഴിക്കത്തില്ല. എന്നിട്ട് അതുപോലും വേണ്ട. പിന്നെ ഞങ്ങൾ വേഗം കാറിൽ അകത്ത് കയറ്റി. പിന്നെ കുഞ്ഞ് ഉറക്കമാണ്. പിന്നെ ഇവളുമാരുടെ കൂടെയും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ഇറക്കുമ്പോഴത്തേനാണെങ്കിലും നമ്മൾ കാറ് മൊത്തം വൈപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കും. കാരണം കുഞ്ഞിനും അത് അഴുക്കാണല്ലോ. വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ വേഗം എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ, മാക്സിമം അരമണിക്കൂറൊക്കെ ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ട് നേരെ വണ്ടി എടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു ഫാമിലി ധാബ കണ്ടപ്പോഴത്തേന് അവിടെ നിർത്തി ഞങ്ങൾ കഴിക്കാൻ കയറി. ആ സമയത്തെല്ലാം മോർണിംഗ് നൈറ്റും ഇതിനകത്ത് തന്നെ, ബാസ്ക്കറ്റിനകത്ത് തന്നെ ഇരുന്നു. വെളിയിൽ ഇറങ്ങാനായിട്ട് അവളുമാർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബാസ്ക്കറ്റിൽ തന്നെ അവളുമാരിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പയ്യെ ഞങ്ങൾ യാത്ര തിരിച്ച് തമിഴ്നാട് ബോർഡർ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു. ഒറ്റ സ്ട്രെച്ചിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള ഹെൽത്ത് ആയിട്ടില്ലായിരുന്നു. ഞാനും ടയേർഡായി. എനിക്ക് പിന്നെ ബാക്ക് പെയിൻ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തു തുടങ്ങിയപ്പോഴത്തേന് പിന്നെ നമ്മൾ ഒരു റൂം നമ്മൾ എടുത്തായിരുന്നു, ഹോട്ടൽ റൂം. കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഓൾറെഡി ഞാൻ ടയേർഡാ. പിന്നെ കുഞ്ഞിനെ എടുക്കണം. നമ്മൾ ഇവിടെമാരെയും അലൗ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മൾ പ്ലാൻ മാറ്റിയതാണല്ലോ. നമ്മൾ ഡയറക്റ്റ് അങ്ങ് നാട്ടിൽ ചെല്ലാം എന്നുള്ള ചിന്തയിലാണ് ഇവിടുന്ന് തിരിച്ചത്. പക്ഷേ പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. എന്നാൽ രാത്രിയിൽ നമ്മൾ വിചാരിച്ചത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഫ്രഷായിട്ട് നമ്മൾ യാത്ര തിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉറക്കം എഴുന്നേറ്റപ്പോഴേ ലേറ്റായി. ഒരു 8:30-9 ഒക്കെ ആയപ്പോഴത്തേന് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. സോ 1800 അവർ ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ഡേ 12 hours വേണ്ട, രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ റേറ്റ് കുറച്ച് 1500 ആക്കി തന്നിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റൂമായിരുന്നു. 1500 നല്ല പുറത്തുള്ള AC-ക്ക് അവർ ചാർജ് ചെയ്യുന്നത് 2300, നോൺ AC-ക്ക് 1800 ആയിരുന്നു. ബട്ട് നല്ല ബിഹേവിയറുള്ള സ്റ്റാഫ്സ് ആൻഡ് ഓൾസോ നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ്. റൂമും വളരെ അടിപൊളി റൂമായിരുന്നു. ഹോട്ടലിൻ്റെ പേര് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. സോ എസ്പെഷ്യലി അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവരുടെ വേ ഓഫ് ടോക്കിംഗ് എല്ലാം വളരെ അടിപൊളിയാണ്. ഹാൻഡിലിംഗ് കസ്റ്റമർ. അതെ. അതിനിടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് A2Bയിൽ കയറി. അവിടെ ഞങ്ങൾ മസാല ദോശയും, അയ്യോ അവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ രാവിലെ ഇത്രയും പേര് കഴിക്കാൻ അവിടെ വരുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും. കാരണം നമ്മൾ ക്യൂവിൽ നിന്നിട്ടാ ഫുഡ് കഴിക്കാനകത്ത് കയറിയത്. എല്ലാവരും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ടേബിൾ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. കുഞ്ഞ് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാത്രിയിലാണെങ്കിലും നല്ലപോലെ ഉറങ്ങി. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി. അങ്ങനെ ഉച്ചയ്ക്കൊരു 1:30 ആയപ്പോഴത്തേന് നമ്മൾ കമ്പംതേനി റൂട്ട് കയറി ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞിന് ചെവിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പോകുന്ന വഴിക്കൊന്നും കരച്ചിലും അങ്ങനെ ഇല്ലായിരുന്നു. നല്ല ഉറക്കം ആയതുകൊണ്ട് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കൊരു ചെറിയ ഇറിറ്റേഷൻ കാണിച്ചു, എങ്കിലും മാനേജ് ചെയ്യാമായിരുന്നു നമുക്ക്. ഡ്രൈവ് ഇത്ര ആയതുകൊണ്ട് കുഞ്ഞും ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഫുൾ ടൈം ഉറക്കമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കാഴ്ചകളൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. നൈറ്റും മോണും ഓക്കെയാ, കുഴപ്പമില്ല. സാധാരണ നമ്മൾ പറയുമല്ലോ, ഇത്രയും ലോങ് ഡ്രൈവ് ഒക്കെ വരുമ്പോഴത്തേന് ക്യാറ്റ്സിനാണെങ്കിലും ഡോഗ്സിനാണെങ്കിലും നമുക്ക് ഇഷ്യൂ വരുന്ന പോലെ തന്നെ അതുങ്ങൾക്കും ഛർദിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പം നൈറ്റിനും മൂന്നും ഭാഗ്യത്തിന് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനക്കം ഉണ്ടോ ഇല്ലയോ എന്ന് കാരണം അവരും ഉറക്കമാണ്. കാരണം ഇത്രയും ഡ്രൈവ് ആകുമ്പോഴത്തേന് അവർക്കും ക്ഷീണം വരുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. നേരത്തെ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കൂടുതലും ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കാറുള്ളത്. ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുന്ന വോയിസ് ഉണ്ട്. ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് വോയിസ് കൊടുത്ത് ലൈവായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫസ്റ്റ് വ്ളോഗൊക്കെ ആകുമ്പോൾ
എല്ലാവർക്കും അറിയാമല്ലോ സംസാരിക്കാൻ ഒരു മടി ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് ക്യാമറയെ നോക്കി സംസാരിക്കാനായിട്ട് ഒരു മടി വരും. പോകെ പോകെ ഞങ്ങളത് ക്ലിയർ ചെയ്യാം. ഇനി വരുന്ന വീഡിയോസിനെല്ലാം ഞങ്ങൾ ലൈവ് വോയിസ് തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ ഇനി പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനാണെങ്കിലും എളുപ്പമാണ്. ഇതാകുമ്പോൾ നമ്മൾ ആദ്യം വിഷ്വൽസ് എഡിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. ഡയറക്റ്റ് പണിയാകും അത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പോകെ പോകെ ഞങ്ങളത് ക്ലിയർ ചെയ്തോളാം. കുമളിയാണ് പോകുന്നത്. കുമളി ബേസ് ക്യാമ്പിൽ നിന്ന് മേലോട്ട് കയറുകയാണ്. ആദ്യത്തെ ഹെയർ പിൻ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ ഇതാണ് പെരിയാർ പവർ സ്റ്റേഷൻ. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ടൈം എടുക്കും. നമ്മള് കേരളം എത്താനായിരിക്കുന്നു. സോ കുമളിയിലെ ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ള ട്രാഫിക് കാണുന്നു. അപ്പോൾ കേരളത്തിലേക്ക് കടക്കാനുള്ളൊരു ആകാംക്ഷയിലാണ് നമ്മളിപ്പോൾ. കാരണം ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട്. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കേരളത്തിലോട്ട് പോകുന്നത്. ജനിച്ച് ഒരു 2 മാസം ആയതേ ഉള്ളൂ. 2 മാസം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ 2 മാസം തികയുള്ളൂ. അപ്പോൾ 1.25 മാസത്തിൽ കുഞ്ഞിപ്പെണ്ണ് കേരളത്തിൽ ലോങ് ട്രിപ്പ്, അതേപോലെ തന്നെ കേരളത്തിലോട്ട് വന്നതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഇവിടുത്തെ ചൂട് താങ്ങുമെന്നൊരു പേടി നമുക്കേ താങ്ങുന്നില്ല. അതെ, നല്ല രീതിയിലുള്ള ചൂട് കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ അത്യാവശ്യം നല്ല ചൂടാണ്. ബാംഗ്ലൂരിൽ കുറേ നാൾ കണ്ടിന്യൂസ് നിന്നതിന് ശേഷം തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ എല്ലാ ബാംഗ്ലൂരിൽ താമസിക്കുന്നവരും പറയുന്ന സെയിം ഡയലോഗാണെന്ന് എനിക്കറിയാം. എങ്കിലും നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂട് പോലാണ് തോന്നുന്നത്. 4:05 ആയപ്പോഴത്തേനും ഞങ്ങൾ കോട്ടയം എത്തി. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് പേട്ട തുള്ളുന്നത് കാണാൻ പറ്റി. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇനിയും കാണാം. ബൈ.